ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മൾ മുറ്റമൊക്കെ അടിച്ച് മുറ്റം തൂത്തുവാരി തീയിട്ട് കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കണിക്കൊന്നയുടെ പൂവെല്ലാം തൊഴിഞ്ഞ് താഴെയൊക്കെ വീണ് തൂത്തിട്ടും പോണില്ല. അവിടെ തൂക്കണം. ഈ മടലെടുത്ത് മാറ്റിയാലേ തൂക്കാൻ പറ്റുള്ളൂ. നമ്മളത് വാങ്ങിച്ചിട്ടിങ്ങനെ മടലാണ് കേട്ടോ. അത് നമുക്കെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി അടുക്കി വയ്ക്കാം. ബാ, ഞാൻ ആ ഷീറ്റിലുള്ളത് മാറ്റട്ടെ. ഞാൻ എടുത്തോളാം. അയ്യോ, എൻ്റെ രാത്രിയുടെ അതങ്ങ് താഴെ പോകൂടാ. എടുത്തോണ്ട് വാ. നമുക്ക് ഇവിടെയൊക്കെ തൂക്കണം ഗൈസ്. ഇന്ന് കാറ്റടിച്ചല്ല ഈ കരിയിലയും താഴെ വീണ് കിടക്കും. തൂത്ത് വൃത്തിയാക്കണം. നമുക്ക് ടാർപ്പാളത്തിൻ്റെ ഒരു മാസത്തേക്ക് കത്തിക്കാനുള്ള ചുള്ളിയാണ് പാറിൻ്റെ കയ്യിലിരിക്കുന്നത്. ആ മടലെല്ലാം പറക്കി നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് അടുക്കി വയ്ക്കാം. മടലും ചൂട്ടും. ഇനി അടുത്ത് മഴ സമയമാണ് ഗൈസ് പറഞ്ഞത്. അപ്പം നമുക്ക് ക്രിക്കറ്റ് കളി ചാറ്റ് അടിച്ചത് അതുവഴിയേ പോയി. ബോൾ ഇവിടെ കിടന്നു, അതിന്റെ അടപ്പ് കാണാനില്ല. കിട്ടിയില്ല. നമുക്ക് ഇവിടെ കിടന്ന് ബോൾ കിട്ടി, അതിന്റെ ഇവിടെ കിടന്ന് പേപ്പർ കിട്ടി. അടപ്പ് അവിടെ പോയെന്ന് കാരണം ഇവിടെ പേപ്പർ അവിടെ നിട്ടി, ബോൾ ഇവിടെ. നമുക്കേ ഇവിടെ അടുക്കാം. ഈ ചൂട്ടെല്ലാം പറക്കി താഴെ വെച്ചിട്ട് കുറച്ച് മടലത് അവിടെ ഉണ്ട്. ആ മടലും കൂടെ എടുത്ത് കൊണ്ടുവന്ന് അടുക്കി വെക്കാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാ പിന്നെ എവിടെ വെക്കണം? ഇവിടെയാ? ഇതിന്റെ പുറത്തോ? ഷീറ്റിന്റെ പുറത്താ? എന്തായാലും പറക്കിയിടും. നമുക്ക് അടുക്കാം. ഒരാൾ ഇവിടെ നിന്ന് എറിഞ്ഞാൽ മതി. ഒരാൾ അവിടെ നിന്ന് എനിക്ക് പറക്കിത്താ. ഞാൻ അവിടെ പറക്കണം. എന്നെ പറക്കത്തൊക്കെ എടുത്ത് ഇടുന്നു. സ്വന്തം കാലിൽ കൂടി ഇട്ടിരിക്കുന്നു. ഇത്ര മടലും കൂടെ ഉണ്ട്. ഈ മടലും കൂടെ എടുത്ത് അവിടെ അടുക്കി വെക്കണം. എടി ഇപ്പം എൻ്റെ കൈ തന്നാ ഞാൻ അടുക്കി വെച്ചോളാം. ആ ശരി. വേണ്ടല്ലോ. അതെ. ഗൈസ്, നമ്മൾ അതുവഴി കറങ്ങി അടുക്കളയിലെ വാതിൽ തുറക്കാൻ വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കുറച്ച് മടല് നമുക്ക് ഇവിടെയും കൂടി എടുത്ത് വെക്കാനാണ്. ചേട്ടൻ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് കുറച്ച് അത്യാവശ്യമുള്ള വിറവിനെ എടുത്ത് അടുക്കള കൊണ്ട് വെട്ടി തകർത്താടാ. അത്യാവശ്യമുള്ള വിറവുകൾ കുറച്ചെടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ അതുകൂടെ വന്ന് അപ്പം നമ്മൾ ആദ്യം വിറവ് വെച്ചിരുന്നത് ഇത്രയും വിറവേ ഉള്ളൂ. ആ വിറവ് ഇടുന്നിടത്തുള്ള ചവറുകളെല്ലാം തൂത്ത് കളഞ്ഞിട്ട് വേണം അടുത്ത് വെക്കുക, അല്ലെങ്കിൽ ചെതലടി. ചേട്ടൻ അവിടെ എന്തൊക്കെയൊക്കെ സർക്കസുകൾ കാണിക്കുന്നുണ്ട്. കഥയൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. ഈ ചൂലിനൊരു കമ്പുണ്ടായിരുന്നേ. അതിങ്ങനെ നിന്നോണ്ട് തൂക്കണ ചൂലായിരുന്നു. കമ്പ് ഒടിഞ്ഞു പോയി. നമ്മൾ അകത്തൊക്കെ മറ്റേ യൂസ് ചെയ്യില്ല, അതേപോലത്തെ പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു വലിയൊരു കമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പോയപ്പോഴത്തേക്കിനും നമ്മളിത് തറപ്പായിട്ട് ഉപയോഗിച്ചു. ഇപ്പൊ നമ്മുടെ അളവിന് പറ്റിയ ഒരു ചൂലായി. നമ്മൾ നിരന്നാണ് ഇരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ചവറും പോവും അല്ലേ അമ്മ? ചേട്ടൻ ആ വഴിക്ക് എവിടെയോ പോയി. ഗൈസ്, ഇതാണ് നമ്മൾ
മടൽ. ഉപ്പ് വേണ്ട. കഴിച്ചോ? കഴിച്ചോ? എന്താണത്? എന്താണത്? നോക്ക്. ഈ എൻ്റെ പേരെന്തോന്ന്? മുളകും എക്സ്പ്രഷൻ ആണ്. മുളകും ഉപ്പും ഇവിടെ തന്നെയാണേ. എന്താവോ തിന്നാലോ. ഇതെന്താ ഇങ്ങനെ നിക്കുന്നത്? എനിക്ക് എന്റെ എക്സ്പ്രഷൻ കണ്ണീന്ന് വെള്ളം വരാ വന്നു. പിടിച്ചോ. ഞാൻ പുളിയമ്മ നീ കഴി. വലിയ പീസാണ്. എങ്ങനെയുണ്ട് തുത്ത് പാറു? രണ്ടെങ്കിൽ തുപ്പിക്കളാ. ഞാൻ തുപ്പിക്കളഞ്ഞ്. പോടാ പോടാ. എന്തെങ്കിലും ഒരു ജോലി ചെയ്തോണ്ടിരിക്കണതിന്റെ ഇടയിൽ അവൻ്റെ പക്ഷെ കൊള്ളാം. പക്ഷെ ആ കടിക്കുമ്പോ തൊണ്ടയ്ക്കകം വരെ ഇതായി. നിന്റെ അടുത്ത് മടൽ വറക്കാൻ പറഞ്ഞ ഓടാൻ പറഞ്ഞ. എങ്ങനെയുണ്ടമ്മ? കൊള്ളാം. ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഓരോന്നുണ്ടായിരുന്നു. മടൽ എടുത്തു തരാമേ. ഓരോന്ന് വീതം നമുക്ക് കൊടുക്കാം. പാറുന്റെ പുതിയ ചെരുപ്പ്. കൊള്ളാം കൊള്ളാം കേട്ടോ. പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ. ഇതെല്ലാം പറക്കി വെച്ചിട്ടാണ് നമുക്ക് കുളിക്കാൻ ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ പറക്കി വെക്കട്ടെ. വീണ്ടും എനിക്ക് വേണ്ട. എൻ്റെ തൊണ്ടായതും ഇതെല്ലാം കൂടെ കാറണം. പോടാ കൊണ്ട്. സിദ്ധു തിരി നോക്കട്ടെ. ഇന്ന് വല്ല ഇറക്കിയില്ല പിന്നെ. ഓ ഇതിനൊക്കെ പുളിപ്പോ എരിവും ഉപ്പൊന്നും മനസ്സിലാവുന്നില്ലേടാ. മുളക് പൊടി മാത്രം. എൻ്റെ തൊണ്ടയിലെ കാറിൽ ഇതുവരെയും പോയിട്ടില്ല. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. കണ്ണ് തള്ളിഞ്ഞ് വെളിയിലോട്ട് വരണമെന്ന് കാണട്ടെ. കണ്ണുനീര് എന്തടി വന്നത് നോക്കട്ടെ. കണ്ണുനീര് നോക്ക്. കണ്ണുനീർ തുള്ളികൾ. നീ ഇവിടെ ഇടണ്ട. ഇതെനിക്ക് അകത്തോണ്ടിടാനുള്ള വിറവ്. അത് ഉണങ്ങി കിടങ്ങുന്നത്. അവിടെ നിന്നുള്ള വിറവിനെ പറിച്ച് ഇവിടെ കൊണ്ടിടാം. ബാ അച്ഛാ പറക്കി. പെട്ടെന്നായിട്ട് സന്ധ്യ ആവണം. നമുക്ക് ചായ ഇടണം, കുളിക്കണം, ഒരുപാട് പണിയുണ്ട്. വാ വാ പോവാം. അധ്വാനിക്കുന്ന കുരുന്നുകളെ കണ്ടോ ഗായ്സ്? ഇതാ നോക്കൂ അധ്വാനിക്കുന്ന കുരുന്നുകൾ. അയ്യാ ഇതെനിക്ക് അകത്തോണ്ട് വയ്ക്കാനുള്ള വിറവാണ്. അവിടെ നിന്ന് കുറച്ച് സിദ്ധൂട്ട് പറക്കണുണ്ട്. ഇന്നലെ തീർന്നില്ല. അവിടെ നിന്ന് പോയി പറക്കാം. കുറച്ച് അവിടെ നിന്ന് എടുക്കണുണ്ട്. നിന്റെ ഫാഷൻ ഷോ നടത്താൻ കാണിക്കാനല്ല, ഞാൻ മടലെടുക്കണ കാണിക്കാനാണ്. ഇത് നല്ല ഉണക്കയല്ലേ മക്കളെ? ഇത് അകത്തോണ്ട് വയ്ക്കാം. ഏത് ചുമ്മാ ചുമ്മാ അത് കഴിക്കാതെ മറ്റേ കയറി തന്നെ ഇരിക്കേണ്ടി വരും. അതിവിടെ ഇട്ടേ. വേണ്ട വേണ്ട അങ്ങോട്ട് തൂക്കണം. ഞാൻ തൂത്ത് തരാം. നീ അവിടെ നിന്ന് മടൽ മാറ്റിയാലേ എനിക്ക് തൂക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് മടൽ വറക്കൊണ്ട് വരട്ടെ. ഇന്ന് മടലെടുക്കൽ വ്ളോഗാണ് ഗൈസ്. ഇന്ന് വിറകുണ്ടാക്കൽ, അതാണ് ഇന്നത്തെ വ്ളോഗ്. അതാ തൊണ്ട് കാണിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ട് കഥമ്പൊക്കെ ഇരുട്ടാറായി ഗൈസ്. വെട്ടം എല്ലാം കുറഞ്ഞ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇതെല്ലാം എടുത്ത് വയ്ക്കട്ടെ. വച്ചിട്ട് വരാം. നമ്മൾ ഇത്രയും വിറകുകൾ ആക്കി വെച്ചിട്ടുണ്ട്. ഡേ എവിടെ പോണേ?
കാണിക്കണ വേലത്തരം കണ്ട. ആ എന്തോന്ന് അതെ പറഞ്ഞു ഇവിടെ കൊണ്ടിടാന്. സഹായിക്കാൻ വന്നവരെല്ലാവരും തളർന്ന് കഴിച്ച്. ഇനി എനിക്ക് ഇത്രയും ചവറും കൂടെ തൂത്ത് കൂട്ടി കത്തിക്കണം. കത്തിക്കട്ടെ. ഈ 4-4 കൂടെ എടുത്താലേ തൂത്ത് തരും. എൻ്റെ പൊന്നി എൻ്റെ കാലിൽ കൂടെ എടുത്തിടണത്. ബാഹുബലി വരുന്നു ഗൈസ്. രണ്ട് അത് വെയിറ്റ് പോലും ഇല്ലാത്ത രണ്ടെണ്ണം. ദയവ് ചെയ്ത് സിദ്ധാർത്ഥ കുറച്ച് കാലം കൂടി ജീവിക്കണമെന്നുണ്ട്. മടൽ വീണ് ചത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കളിയാക്കും കേട്ടോ. അത് പ്രശ്നമില്ല. എന്തൊരു കാണിക്കണം നിന്നെ കുത്തി എന്ത് കുഴപ്പം? ആ അടിക്ക് വൈ എടുത്ത് എറിയരുത്. എല്ലാം കൂടെ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് അടിക്കുന്നതെല്ലാം വെറുതെ ആവും. പതുക്കെ വൈ. ഞാൻ അപ്പം ഇത്രയും കൂടെ തൂക്കട്ട്. അയ്യോ എൻ്റെ തുറപ്പായിട്ട് അപ്പം തൂക്കട്ടെ ഗൈസ്. അതിൽ മൂടാനുള്ള ടാർപ്പാളന്നേ ഉള്ളൂ. എവിടെ കിടക്കണം? ഒന്ന് ഇത് മൂടിയിരുന്ന ടാർപ്പാളിൻ, ഇനി ഒന്ന് അവിടെ കിടക്കണ ടാർപ്പാളിൻ. അത് രണ്ടും കൂടി ഇട്ട് മൂടിയാലേ പറ്റുള്ളൂ. ഇതാ മഴ വരണം. ഓ കൊച്ചുണ്ടാ പറയും വന്നു. ഇതാ മണലപ്പുറത്ത് പോയി. ശരി, അവിടെ എന്തോന്ന് പരിപാടി? എടി വാ നമുക്ക് ഇതെല്ലാം ചെയ്യാം. അങ്ങനെ നമ്മളെല്ലാം മൂടി വെച്ച് ആ ചവർ തീ കത്തിക്കാൻ. പാ കൈ കഴുകിയിട്ടാ ചവർ തീ കത്തിക്കാൻ പോണത്. ഇത്ര ബഹുമാനോ നിനക്ക് ചവറിൻ്റെ അടുത്ത്? ഇത്ര ചവറുണ്ട് ഗൈസ്. കണിക്കൊന്നുണ്ടോ നമ്മുടെ കണിക്കൊന്ന പൂവ്. ചവറ് കത്തിക്കൽ ചടങ്ങ്. ആ ചൂട്ടിൽ കത്തിരിടാ മക്കളെ. ചൂട്ടിതാ ഇവിടെ ഈ സൈഡിൽ കത്തിരി. അപ്പം അവൻ തീയൊക്കെ കത്തിക്കട്ടെ. അപ്പം നമുക്ക് നേരെ പോയി ചായ ഇട്ടിട്ട് അയ്യോ ചായ ഇട്ടിട്ട് ഇതാ ഇപ്പം നനച്ചുകൊണ്ട് വന്ന പുതപ്പുകൾ ഇന്ന് നനച്ചുകൊണ്ട് വരാണ് കഴിച്ച്. എല്ലാ പുതപ്പുകളും നനച്ച് തുണികളൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടാണല്ലോ. ഇതാ ഇത്രയും മടലുകൾ എടുത്ത് അടുക്കി വയ്ക്കാണ്ട് ചായ ഇടണം. ചായയും കൂടെ ഇട്ടിട്ട് നമുക്ക് കാണാം. ഉണ്ടായിരുന്നു എവിടെ കറി എന്നെ കാണുന്നില്ല. കണ്ടു പറ